സ്വർണ്ണക്കൊള്ളക്കേസിലെ കുറ്റവാളികൾ സോണിയാഗാന്ധിയുടെ അടുത്തെത്തിയത് എങ്ങനെയെന്ന് കോൺഗ്രസ് വ്യക്തമാക്കണമെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ. SIT-യിൽ സർക്കാരിനോ LDF-നോ CPM-നോ ഇടപെടാനാകില്ല. കടകംപള്ളിയുടെ കാര്യവും അന്വേഷിക്കട്ടെയെന്നും ആരെങ്കിലും ഇതിൽ ഉൾപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈ പാർട്ടിയിൽ സ്ഥാനമുണ്ടാകില്ലെന്നും TP രാമകൃഷ്ണൻ പറഞ്ഞു. ആന്റോ ആന്റണി, അടൂർ പ്രകാശ്, ഉണ്ണികൃഷ്ണൻ പോറ്റി, പിന്നെ ഗോവർദ്ധൻ, ഇവരെല്ലാം ഒരു ഫ്രെയിമിൽ വരിക. LDF ഗവൺമെന്റ് എന്ത് നിലപാടെടുത്തിട്ടാണോ? LDF ഗവൺമെന്റ് നിലപാടെടുത്തതിന്റെ ഭാഗമായിട്ടാണ് വരുത്തിയത്. അവർ സോണിയാഗാന്ധിയുടെ അടുത്താണ് പോയത്. സോണിയാഗാന്ധിയുടെ അടുത്ത് നിങ്ങൾക്കാർക്കെങ്കിലും പോയിട്ട് വരാൻ കഴിയും? കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതാവായിട്ടുള്ള സോണിയാഗാന്ധിയുടെ അടുത്ത് ഈ കുറ്റവാളികൾ എങ്ങനെ എത്തി? അവരെ ആരെത്തിച്ചു? അതിന്റെ മറുപടി ഇതുവരെ കോൺഗ്രസ് പറഞ്ഞിട്ടില്ല. കടകംപള്ളി സുരേന്ദ്രന്റെ പേരിൽ അന്വേഷണം നടത്താൻ വേണ്ടി വന്ന സമയത്ത് അതിനെ നിരുത്സാഹപ്പെടുത്താനോ ഏതെങ്കിലും തരത്തിൽ ഇടപെട്ട് തടയാനോ ശ്രമിച്ചിട്ടില്ലല്ലോ. കടകംപള്ളി സുരേന്ദ്രൻ ഇനിയും ചോദ്യം ചെയ്യണമെന്ന് അവർ ചോദ്യം ചെയ്തോട്ടെ. ആരെ വേണമെങ്കിലും ചോദ്യം ചെയ്തോട്ടെ. ഒരാശങ്കയും ഞങ്ങൾക്ക് ആ കാര്യത്തിലില്ല. ഏതെങ്കിലും ആളുകൾ ഇതിനകത്ത് പെട്ടുപോയിട്ടുണ്ടെങ്കിൽ, കുറ്റക്കാരാണെങ്കിൽ അവർക്ക് ഈ പാർട്ടി തുടരാൻ കഴിയുമില്ല. സിജോ വി ജോൺ വിശദാംശങ്ങൾ നൽകും. സിജോ, രണ്ടുപേർ ആന്റോ ആന്റണി MP ഒപ്പം കടകംപള്ളി സുരേന്ദ്രൻ, ഈ രണ്ടുപേരെ ഇനി എപ്പോൾ SIT വിളിപ്പിക്കും എന്നതാണ് ചോദ്യം. കടകംപള്ളിയുടെ ഏറ്റവും പുതിയ ഫോട്ടോ ഇന്ന് രാവിലെ പുറത്തു വന്നതാണ്. ആന്റോ ആന്റണിയുടെ ഫോട്ടോ നേരത്തെ തന്നെ പുറത്തു വന്ന ഫോട്ടോയാണ്. അപ്പോൾ കടകംപള്ളിയാണോ ആന്റോ ആന്റണിയാണോ ഇനി വേഗത്തിൽ വിളിപ്പിക്കാൻ പോകുന്നത്? ആന്റോ ആന്റണിയെ തന്നെയായിരിക്കും ആദ്യം ചോദ്യം ചെയ്യാനുള്ള സാധ്യതയെന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. എന്തായാലും കടകംപള്ളി സുരേന്ദ്രനെ ഒരു തവണ ചോദ്യം ചെയ്തതാണ്. അദ്ദേഹത്തിന്റെ മൊഴിയിൽ കുറച്ച് വൈരുദ്ധ്യങ്ങളുണ്ട്, കുറച്ചുകൂടി അതിൽ വ്യക്തത വരുത്താനുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് കടകംപള്ളിയെ വിളിച്ചു വരുത്തുക. എന്നാൽ ആന്റോ ആന്റണിയെ സംബന്ധിച്ചിടത്തോളം ഇതുവരെയും SIT-യുടെ മുന്നിലോട്ട് എത്തിയിട്ടില്ല. അതുകൊണ്ട് അടുത്ത ദിവസം തന്നെ നോട്ടീസ് നൽകി വിളിച്ചു വരുത്താൻ വേണ്ടിയിട്ടാണ് അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് ഒരുമിച്ച് നിൽക്കുന്ന ചിത്രം, സോണിയാഗാന്ധിക്കൊപ്പം ഉള്ള ഒരു ചിത്രമാണ് പുറത്തു വന്നിരുന്നത്. അത് സംബന്ധിച്ച് കൂടുതൽ വ്യക്തത വരുത്തുക, ഏത് സാഹചര്യത്തിലാണ് അത്തരത്തിലുള്ള ഒരു കൂടിക്കാഴ്ച, അതോടൊപ്പം തന്നെ ആന്റോ ആന്റണിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ എന്തെങ്കിലും സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യം പരിശോധിക്കും. ഈ സ്വർണ്ണക്കൊള്ളയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എന്തെങ്കിലും സഹായം ആന്റോ ആന്റണിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള വിവരങ്ങളും പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. ആ ചിത്രത്തിനപ്പുറത്തേക്ക് അന്വേഷണം പോകുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കഴിഞ്ഞ ദിവസമാണ് അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്തിരുന്നത്. അതിനുശേഷം അദ്ദേഹത്തെ വീണ്ടും വിളിക്കുമെന്ന് ഇതുവരെയും പറഞ്ഞിട്ടില്ല. ആ മൊഴി വിശദമായി പരിശോധിച്ച് വരികയാണ്. എന്തായാലും ഇത് പരിശോധിച്ചതിന് ശേഷം മാത്രമായിരിക്കും അക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുക. നമുക്ക് ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് അടൂർ പ്രകാശിനെ വീണ്ടും വിളിച്ചു വരുത്താനുള്ള ഒരു സാധ്യത ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ കടകംപള്ളി സുരേന്ദ്രന്റെ കാര്യത്തിലും അത്തരത്തിലൊരു ചോദ്യം ചെയ്യലിലേക്ക് അന്വേഷണ സംഘം വൈകാതെ തന്നെ കടക്കുകയും ചെയ്യും. SIT-യെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിൽ വലിയൊരു ആശ്വാസമായി ഇപ്പോൾ പുറത്തു വരുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് അത് ഈ VSSC-യുടെ പരിശോധനാ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അന്തിമ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. നേരത്തെ ഉണ്ടായിരുന്ന റിപ്പോർട്ടിൽ ആ പരിശോധനയിലൊക്കെ ഈ പാളികൾ കൊണ്ടുപോയിട്ടുണ്ടോ മാറ്റിയിട്ടുണ്ടോ എന്ന് സംബന്ധിച്ചായിരുന്നു സ്ഥിരീകരണം ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഏറ്റവും പുതിയതായി ലഭിച്ചിരിക്കുന്ന ഈ റിപ്പോർട്ട് പ്രകാരം അതിൽ നിന്ന് കൊണ്ടുപോയിരിക്കുന്ന സ്വർണത്തിന്റെ തൂക്കം സംബന്ധിച്ച സ്ഥിരീകരണം വരികയും ചെയ്തിട്ടുണ്ട്. നാളെ ഈ കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു റിപ്പോർട്ട് VSSC-യുടെ റിപ്പോർട്ട് ഒരേ സമയം SIT-ക്ക് ആശ്വാസവും ഒപ്പം സമ്മർദ്ദവുമാണ്. എന്ന് വെച്ചാൽ ഈ തൊണ്ടി മുതൽ 4 മാസം കഴിയുന്നു. ഇപ്പോൾ VSSC അത് സമ്മതിക്കുകയും ചെയ്യുന്നു, ആ സ്വർണം നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന്. അപ്പോൾ